നിരവധി സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഭാഗമായ മനുഷ്യർ. ജീവിതത്തിന്റെ സങ്കീർണതകളോട് പൊരുതി കയർ പിരിച്ച് അന്നന്നത്തെ അന്നം കണ്ടെത്തിയ തൊഴിലാളിക്കൂട്ടം. കാലങ്ങളായി അവർ കടന്നുപോകുന്നത് അതിസങ്കീർണമായ ദുരിതത്തിലൂടെയാണ്. ജീവിക്കാൻ പോലും കഴിയാത്ത വിധം സാമ്പത്തിക പ്രതിസന്ധി അവരെ മുറുക്കിക്കഴിഞ്ഞു. 7 വർഷങ്ങൾക്ക് മുൻപാണ് കയർ തൊഴിലാളികളുടെ കൂലി 350 എന്ന നിലയിലേക്ക് വർദ്ധിപ്പിക്കുന്നത്. അതിനുശേഷം ഒരു തരത്തിലുള്ള കൂലി പരിഷ്കരണവും നടപ്പാക്കിയിട്ടില്ല. വിലവർധനവിൻ്റെയും മുടങ്ങിപ്പോകുന്ന പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങളുടെയും കാലത്ത് തങ്ങൾ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഇവിടുത്തെ ഇടത് സർക്കാരിനോട് ഈ മനുഷ്യർ ചോദിക്കുന്നത്. ഈ കയർ വ്യവസായത്തിൽ തൊഴിലാളിക്ക് കൂലി പണ്ടേ കുറവാണ് എന്ന് പറഞ്ഞാൽ മിനിമം പൈസ പോലും അവർക്ക് കിട്ടുന്നില്ല. പക്ഷേ ഈ കാലാകാലങ്ങളിലുള്ള ചെറിയ വർധനവ് കൊണ്ട് അവരുടെ ഒരു നിത്യ തൊഴിലെന്ന് പറഞ്ഞ് മാത്രമാണ് ഇതിൽ പിടിച്ചു നിൽക്കുന്നത്. അല്ലാതെ അവർക്ക് ഇതുകൊണ്ട് പ്രത്യേക നേട്ടങ്ങളൊന്നുമില്ല. മറ്റു ജോലികൾക്ക് അവർക്ക് കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടും അവർ ശീലിച്ച ഈ തൊഴിലായതുകൊണ്ടാണ് കൂലി കുറഞ്ഞിട്ടും ഇന്ന് അവർ ഈ വ്യവസായത്തിൽ പിടിച്ചു നിൽക്കുന്നത്. ഈ 350 രൂപ വളരെ കുറവാണ്. ഈ 350 രൂപ തന്നെ 7 കൊല്ലത്തിന് മുമ്പ് ആക്കിയതാണ്. അതിനുശേഷം 7 കൊല്ലത്തിന് ശേഷം ഇതേവരെ 1 രൂപ വർദ്ധിച്ചിട്ടില്ല. നമ്മളെ കണക്ക് കഷ്ടപ്പെട്ട ജോലി ഈ നാട്ടിലേ ഇല്ല. ഇന്ന് എവിടെ ചെന്നാലും 500 രൂപ കുറഞ്ഞുള്ള ഒരു ജോലി. ഒരു തുണിക്കടയിൽ കയറിയാൽ ഉണ്ട്, ഒരു ചായക്കടയിൽ കയറി നിന്നാൽ ഉണ്ട്, ഒരു മലക്കറി കടയിൽ നിൽക്കുന്ന സാധനം പറക്കി കൊടുത്താൽ കിട്ടും. ഇത് ചെയ്യാനും വരുന്നില്ല. കാരണം അതിന് പോയാൽ 500 രൂപയുണ്ട്. തൊഴിലുറപ്പ് ചെയ്ത് നമ്മളെ ഈ ജോലിയിലെ കാട്ടി ഉണ്ട്. സമയത്ത് അവർക്ക് ഇറങ്ങി 9 മണിക്ക് പോയാൽ മതി. സമയത്ത് നമ്മളേന്ന് മുന്നേ കയറാം. നമ്മൾ ഈ ജോലി ഉണക്കി ഈ ചകിരി ഇനി വൃത്തിയാക്കി ഈ വെച്ചിരിക്കുന്ന നൂത്ത് തീർന്നിട്ട് അടുത്തത് വൃത്തിയാക്കിയാണ് മക്കളെ നമ്മൾ ഈ പൈസ ഒപ്പിക്കാൻ. അപ്പം നമ്മളിവിടെ നിന്ന് എപ്പോഴെന്നറിയാൻ പോകണം. കാലത്ത് 6:30 മണിക്ക് ഇവിടെ വന്ന് കയറിയാൽ നമ്മൾ ഇറങ്ങുന്നത് 4:30 മണിക്ക് ഇറങ്ങുന്നവരുണ്ട്, 5 മണിക്ക് ഇറങ്ങുന്നവരുണ്ട്, 4 മണിക്ക് ഇറങ്ങുന്നു. അത്രയും സമയം ഇതിനകത്ത് ഈ ജോലി ചെയ്താൽ കിട്ടുന്നതാണ് 350 രൂപ. ഈ പ്രായത്തിൽ ഇങ്ങനെ ഒന്നൊരു പണിയെടുക്കുന്ന നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് മക്കളെ വരുന്നത്. ഇത് 2 ഒറയാണ്. ഇതിന് എത്ര 90 95 ഇത്ര രൂപയാണ് മക്കളെ ഇതിന് കിട്ടുന്നത്. ഇത് ഇത്രയും തല്ലി വിരിച്ചെടുത്ത അപ്പം അമ്മക്ക് ചിലപ്പോൾ 5 രൂപയൊക്കെ കിട്ടും കേട്ടാ ഉള്ളപ്പോഴും. നമ്മൾ പിണറായി സർക്കാർ കയറിയ കാലം തൊട്ടേ പറയാം നമുക്ക് 50 രൂപയെങ്കിലും കൂട്ടിത്താന്ന്. ഇതുവരെയും നമുക്ക് 10 പൈസയും കൂട്ടി തന്നിട്ടില്ല. 7 കൊല്ലം കഴിഞ്ഞെന്ന് തോന്നുന്നു സർക്കാർ തന്നിട്ട്. ഈ 350 രൂപയിലെത്തിയത് തന്നെ സമരത്തിലൂടെ മാത്രമാണ്. നമ്മുടെ സഖാവ് മരണപ്പെട്ട ആനത്തലവട്ട ആനന്ദൻ അവറുകൾ അദ്ദേഹം നിരന്തരം ഈ കയർ വ്യവസായത്തിന് വേണ്ടി സമരം ചെയ്ത ഒരാളാണ്. നമ്മുടെ ഉൾപ്പെടെ കൊണ്ടുപോയി സമരം ചെയ്തു. നമ്മൾ വിജയിച്ചാണ് ഈ 350 രൂപ കൂലി കിട്ടിയത്. അതിനുശേഷവും നമ്മളെ ഭരണപക്ഷം അല്ലെങ്കിലും ഈ വ്യവസായത്തിന് നമ്മൾ നിത്യവും സമരം ചെയ്യേണ്ട ഒരു സമയമാണ്. ഈ 350 രൂപ സർക്കാർ നിയമിച്ചിരിക്കണമെങ്കിൽ സർക്കാരിന് നമ്മൾ 17.5 രൂപ ഇവിടെ ക്രെറ്റ് പിടിക്കും. അത് ഏതെങ്കിലും ഒരു കാലത്തിന് സർക്കാർ തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് ആ ക്രെറ്റ് പിടിച്ച പൈസ തരാൻ കഴിയുള്ളൂ. അല്ലാതെ ആഫീസിൽ നിന്ന് എടുത്ത് നമുക്ക് ആ പൈസ തരാൻ പറ്റും. ആ കാശ് ഇവിടെ ഉണ്ട് എന്ന് സർക്കാരിന് കണക്ക് കൊടുക്കണം. അവർ തരുമെങ്കിലേ ഇവിടെ നിന്നെടുത്ത് തരാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ കയർ മേഖല, ഈ കയർ വിരിപ്പ് മേഖലയിൽ ഉണ്ട്. ക്രിപ്റ്റ് പിടിച്ച പൈസ തന്നെ 2010 തന്നത്. പിന്നെ ഇതുവരെയും തന്നിട്ടില്ല. 2010 2011 ആണെന്ന് തോന്നുന്നു കൃത്യമായിട്ട് വർഷമെങ്കിലും. അതിനുശേഷം പിന്നെ ഇതുവരെയും തന്നിട്ടേ ഇല്ല. ദാരിദ്ര്യവും മറ്റ് സാമ്പത്തിക പ്രതിസന്ധികളും ഈ മനുഷ്യരെ വലിയ തോതിലാണ് ബാധിക്കുന്നത്. ഈ മേഖലയിൽ പണിയെടുക്കുന്നത് ഭൂരിഭാഗവും സ്ത്രീ തൊഴിലാളികളാണെന്നതും ഒരു വസ്തുതയാണ്. തങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വരുമ്പോഴെങ്കിലും ഈ പ്രതിസന്ധി മാറുമെന്ന് തങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്നവർ പറയുമ്പോൾ ഇവിടുത്തെ ഇടത് സർക്കാരാണ് പ്രതിസ്ഥാനത്ത്. 200 പൂള് തൊണ്ട് വിരിച്ചാൽ കിട്ടുന്ന 50 രൂപ. അപ്പോൾ 200 രൂപയുടെ പണിയാണ് അവർക്ക് ദിവസം കിട്ടുന്നത്. മറ്റു എല്ലാ ഇത് കണക്കില്ല. ഒരു വണ്ടി കയറിട്ട 380 രൂപയുണ്ട്. പിന്നെ മില്ലിൽ നിൽക്കുന്ന പിള്ളേർക്കും അത് കണക്കുള്ള കാശേ ഉള്ളൂ. അപ്പോൾ ഇത് കൂലി വളരെ കുറവാണ്.
അധ്വാനത്തിനനുസരിച്ചുള്ള കൂലിയില്ല. കയർ പിരിക്കുന്നവർ 8 മണിക്കൂറോളം അവരുടെ സമയം യൂസ് ചെയ്യുകയാണ്. ആ 8 മണിക്കൂറും ഇത് 300 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാണ് പോകുന്നത്. അവർ കിലോമീറ്ററോളം ഒരു ഷെഡിലാണ് നിൽക്കുന്നതെങ്കിൽ ആ കിലോമീറ്ററോളം ഷെഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാണ് നമുക്ക് 280 തുണ്ടൻ കയർ പിരിച്ചാലാണ് അവരുടെ ഒരു വർക്ക് ലോഡ്. അപ്പോൾ അത്രയും പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. അപ്പോൾ ഇത് അവരെ സ്ഥിരമായ ജോലി ആയതുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷേ അവർക്ക് കൂലി വർധനവ് ഇത് 7 കൊല്ലത്തിന് ശേഷം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. ഈ 350 രൂപ നമുക്ക് തന്നെ അറിയാം. ഇന്നത്തെ ചിലവിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദൈനംദിന ചിലവുകളുടെ എല്ലാ ചിലവും കൂടി വരികയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിച്ച് പോകണം. പ്രായം ചെന്നവർക്ക് മരുന്ന് വാങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. വീട്ടിൽ വയസ്സായ അച്ഛനും അമ്മമാരും ഒക്കെ ഉണ്ട്, അവരെയൊക്കെ നോക്കണ്ടേ? എന്തിന് ചെയ്യുന്നത്? ചേച്ചിയുടെ ഭർത്താവാണെങ്കിൽ ആട്ടേനും അടിക്കാൻ പോകണം. ഒരു ആട്ടോ ഓടിയപ്പോൾ എത്ര രൂപയാണ് ഒരു ദിവസം കിട്ടുന്നത്? അപ്പം ഇതൊന്നും കിട്ടുന്ന വര ഈ 2 വരവാണുള്ളത്. അപ്പം നമ്മളെ ജീവിതമാർഗം എങ്ങനെ പോവും? ആരെടുത്ത് പറയാൻ? അങ്ങനെ ബുദ്ധിമുട്ടിയൊക്കെ നമ്മളങ്ങുള്ളത് കൊണ്ട് പോകും മക്കളെ. പിന്നെ റേഷനരിയൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെ അങ്ങ് പോവും. നമുക്ക് 500 രൂപ കൂലി തന്നാലും ഒരു നഷ്ടവും വരില്ല. എന്നുവെച്ചാൽ അത്ര അധ്വാന ഭാരമുണ്ട്. നമ്മളെ ഈ ജോലിക്ക് മാത്രമേ ശമ്പളം കുറവുള്ളൂ. ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടോ? നമ്മളെന്ത് വാങ്ങും? ഇപ്പോഴത്തെ മീൻ വാങ്ങാനുണ്ടോ? എന്നാൽ തന്നെ ഈ കയറിടുന്നത് മക്കളെ, ഈ കയർ പിരിച്ചു വെക്കുന്നതല്ലാതെ എടുത്തുകൊണ്ട് പോകാനാണില്ല. ഇന്നത്തെ നാളെ ആക്കി എടുക്കാൻ ഒരു രൂപയില്ല. ഇന്നിപ്പം നിന്ന നിലയ്ക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ വീട് മൊത്തത്തിൽ പട്ടിണിയാവുകയാണ്. ആശുപത്രി ചെന്നാലാ തുണ്ടെഴുതണമെങ്കിൽ തന്നെ 10 രൂപ കൊടുക്കണം. എങ്കിൽ മാത്രമേ തുണ്ടെഴുതി ഡോക്ടർ മുമ്പ് ചെല്ലാൻ പറ്റുള്ളൂ. അത് ചെറിയ ആശുപത്രി ചെല്ലണമെങ്കിൽ തുണ്ടെഴുതി കൊണ്ട് ചെന്ന് കാണിച്ചോണ്ടെങ്കിൽ അവരെപ്പോഴും പറയും മെഡിക്കലിൽ കണ്ടോ ഇവിടെ പറ്റൂലെന്ന്. നിന്ന നിലയ്ക്കൊക്കെ നമ്മൾ മെഡിക്കൽ കളയിൽ പോകണമെന്ന് പറഞ്ഞാൽ അന്തം വിട്ടു പോകൂലേ? അല്ലെങ്കിൽ അന്നേരം നമ്മളെ കയ്യിൽ പൈസ കാണും. തമിഴ്നാട്ടിൽ 40 രൂപയ്ക്ക് കിലോ കയർ മേടിക്കുമ്പോൾ നമ്മളെ കയർ 80 രൂപയ്ക്ക് വിറ്റാൽ മുതലാവില്ല. നിങ്ങൾ കണ്ട വട്ടത്തിൽ കിടക്കുന്ന തൊണ്ട്, ഈ തൊണ്ട് വരുത്തി അത് അവിടെ താത്ത് പിന്നെ അത് ഇളക്കി. അപ്പോൾ എത്ര കൂലി കൊടുക്കുമെന്നറിയും. ഇതെല്ലാം ചെയ്താണ് ഈ നമ്മളെ കയ്യിൽ തന്നെ നമ്മളിത് കയറിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് തരുന്നതാണ് 380 രൂപ. ഈ 380 രൂപ കൊണ്ട് നമുക്ക് എന്ത് നേട്ടമുണ്ട്? നമ്മൾ പിന്നെ ഈ ദാരിദ്ര്യത്തും കൊണ്ടും പണ്ടേ നമ്മൾ ഉള്ളത് കൊണ്ട് കഴിഞ്ഞത് കൊണ്ടും അങ്ങ് പട്ടിണിയില്ലാതെ കൊണ്ട് നമ്മളെ മക്കളെ എല്ലാവരെയും പഠിപ്പിക്കുന്ന കണക്കൊന്നും പഠിപ്പിക്കാൻ പറ്റൂല. മക്കളെ എങ്ങനെ പഠിപ്പിക്കും? ഈ പൈസയിൽ പഠിപ്പിക്കാൻ പറ്റുമോ? ഒരിക്കലും പഠിപ്പിക്കാൻ പറ്റൂല മക്കളെ. പിന്നെ നമ്മൾ കുറച്ച് പേര് വയസ്സായവർ ഇതിപ്പോൾ ഇങ്ങനെ ഇരുന്നുകൊണ്ട് നമ്മൾ പട്ടിണിയില്ലാതെ മറ്റുള്ളവരുമ്പോൾ കൈ നീട്ടാതെ അങ്ങ് ജീവിക്കുന്നു. പക്ഷേ ഈ ഇട്ട് വയ്ക്കുന്ന മുതൽ തന്നെ വിൽപ്പന പോണില്ല. തമിഴ്നാട്ടിൽ പച്ചത്തൊണ്ട് അടിച്ച് മുറുക്കി അതിൽ പൊടി. പക്ഷേ നമ്മളെ ഈ കയർ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല മക്കളെ. ഇത് ഉപ്പ് വെള്ളത്തിലും താത്ത് വെച്ച് അതിനെ അഴുക്കി അത് എടുത്ത് കയർ വിരിച്ച് കൊണ്ടുപോകണം. നമ്മളെ കയർ എവിടെ കെട്ടിയാലും അവിടെ നിൽക്കും. വ്യവസായം ആരംഭിച്ച കാലം മുതൽക്ക് തന്നെ കൂലിയുടെ കാര്യത്തിൽ ഏറ്റവും അവഗണന നേരിടുന്ന തൊഴിൽ വിഭാഗമാണിവർ. കൂലിക്കുറവ്, അമിത അധ്വാനം തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് ഈ പരമ്പരാഗത വ്യവസായം അസ്തമയത്തിന്റെ വക്കിലാണ്. ഈ തൊഴിൽ പൂർണ്ണമായി അവസാനിച്ചാൽ തങ്ങൾക്കിനി മറ്റൊരാശ്രയമില്ലെന്നാണ് ഈ തൊഴിലാളികൾ പറയുന്നത്. 60 വയസ്സിന് മുകളിൽ പ്രായമുണ്ട് ഇവിടുത്തെ ഭൂരിഭാഗം തൊഴിലാളികൾക്കും. അവരെ കരുതേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ സർക്കാരിനുണ്ട്. ഈ കയർ മേഖല നശിച്ച് വരികയാണ്. ഇപ്പം എങ്ങൂല ഈ ഇവിടെ മൊത്തവും കയർ ജോലി പിരിച്ച സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഒരു സ്ഥലത്തുമില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. കയർ പിരിക്കാൻ പോകണമെന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ ചോദിക്കും ഇപ്പോൾ എവിടെ ഉണ്ട് എന്ന്. ഈ ഒരു സംഘം മാത്രമേ ഇങ്ങനെ നിലനിന്ന് പോകണുള്ളൂ. പുതിയ തലമുറയിൽ ആരും ഇതിൽ വരാത്ത കാരണം കൂലിയില്ല. പിന്നെ ഈ തൊഴിൽ നിത്യമായിട്ട് ചെയ്യുന്നവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇത് ഒത്തിരിയൊക്കെ ഉള്ള ഈ തൊണ്ടും അഴുകലും അതുമൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടാണ്. മറ്റുള്ളതെന്ന് പറയുന്ന അവർക്ക് ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേറൊരു ജോലി കണ്ടെത്തിയാൽ അവർക്ക് ശമ്പളം കുറഞ്ഞാലും നല്ല ടിപ്പ് ടോപ്പായിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ശൈലിയിലൊന്നും ഈ അവരുടെ വസ്ത്രധാരണ ആയാലും ഇതൊക്കെ തൊഴിൽ മേഖലയായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ അവർക്ക് പുറത്ത് പോകാനൊന്നും സാധ്യമല്ല. ഈ വ്യവസായം അസ്തമിച്ചു പോകുന്ന ഒന്നാമത്തെ കാരണം കൂലി വർധനവ് ഇല്ലാത്തതുകൊണ്ട്. 2, ഈ മേഖലയിൽ ഈ ചെയ്യുന്നവരുടെ മക്കൾ പോലും ഈ മേഖലയിൽ തിരിച്ചു വരുന്നില്ല, പുതിയ ആളുകൾ വരുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഇതിൽ വ്യവസായത്തിൽ ആളില്ല. അപ്പം നിലവിലുള്ള ആളുകൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ആ ആളുകളുടെ ഇങ്ങനെ കുറഞ്ഞ് അവർക്ക് തന്നെ നല്ല ഏജുള്ള 60-70 വയസ്സായവരും ഇവിടെ തൊഴിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ വയസ്സ് കൂടുന്നതനുസരിച്ച് അവർ അങ്ങ് മതിയാക്കി പോകുമ്പോഴത്തേക്ക് ഇവിടുത്തെ എണ്ണം തന്നെ കുറഞ്ഞു വരും. നമുക്കിവിടെ 150 തൊഴിലാളിയാണ് ആരംഭ സമയത്തെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വന്ന് 50 തൊഴിലാളിയിൽ നിൽക്കുകയാണ്. ഈ 50-ൽ തന്നെ ഏകദേശം എല്ലാം 60 വയസ്സ് കഴിഞ്ഞതാണ്.
അപ്പോൾ അവർ നിത്യ ജോലി എന്ന് പറഞ്ഞാൽ അവർ വരുന്നു, അവർ ചെയ്യുന്നു. അപ്പോൾ അവരുടെ വയസ്സ് കൂടുന്നതനുസരിച്ച് അവർ ഈ ജോലിയിൽ നിന്ന് പിന്മാറിപ്പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഓരോ മാസവും ഓരോ തൊഴിലാളി വെച്ച് പോയാലും 2-3 കൊല്ലം ആകുമ്പോഴത്തേക്ക് നമ്മൾ എണ്ണത്തിൽ കുറയും, തൊഴിലാളിയുടെ എണ്ണത്തിൽ കുറയും. അപ്പോൾ നമ്മുടെ വ്യവസായം തന്നെ നിലച്ചു പോകും. അവരെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി ചെയ്ത് ആരെങ്കിലും വരുമ്പോൾ കൊടുത്ത് ഉള്ള പൈസ മേടിച്ച് ഉള്ള കണക്ക് നമുക്ക് തരും. ആലപ്പുഴ കയർ പെട്ടെന്ന് നമുക്ക് 110 രൂപ സർക്കാർ നിയമിച്ചിരിക്കുന്നതാണ്. അത് അവർ അതേത് മാസത്തിൽ തരില്ല. നമുക്ക് വല്ലപ്പോഴും 2-3 മാസം ചെല്ലുമ്പോൾ 6 മാസം ചെന്നുവരെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്കത് ഇവിടെ സെക്രട്ടറി നമുക്കത് മാസം തോറും തരണമെന്ന് പറഞ്ഞപ്പോൾ 2 മാസത്തിന് മുന്നേ ഉള്ള പൈസ തന്നു. ഇനിയിപ്പോൾ 2 മാസത്തെ പൈസ 3 മാസം പോവുകയും അപ്പം അതും കൂടെ നമുക്ക് ഇവിടെ നിന്ന് ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു വലിയ കാര്യമാവും. പക്ഷേ അത് നമുക്ക് കിട്ടുന്നില്ലല്ലോ നമുക്ക്. അപ്പം നമ്മളെ ഈ ജോലി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇന്ന് ഈ ജോലിയിലേക്ക് ഈ കയറ് പിരിച്ച് ജോലി ചെയ്യുന്ന നമുക്ക് വളരെ കഷ്ടപ്പെട്ട ജോലിയാണ് നമ്മളത്. ആരിറങ്ങിപ്പോയാലും 1000 രൂപ തൊട്ട് ഏറ്റവും കുറഞ്ഞ 1000 രൂപ ശമ്പളം തൊട്ട് 500 രൂപ വരെ ശമ്പളം വാങ്ങുന്ന വ്യക്തിയെ ഇന്നുള്ളൂ. പോയിട്ട് നമുക്കിതിൽ എത്രയുണ്ട് ചെയ്യുന്ന ദിവസമേ ഉള്ളൂ. നമ്മൾ ജോലി ചെയ്യുന്ന ദിവസമേ ഉള്ളൂ. ചിലപ്പോൾ നമുക്ക് 10 ദിവസം ജോലി കാണില്ല, ചിലപ്പോൾ 15 ദിവസത്തെ ജോലിയേ കിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു വീട് കഴിയാൻ പറ്റൂ. അപ്പോൾ നമുക്ക് ചെയ്യുന്ന ദിവസത്തെ ജോലിയുള്ളൂ. അതാണ് പറഞ്ഞാൽ ഈ 500 രൂപ പോലും നമുക്ക് അടങ്ങാത്ത ജോലിയാണ് മക്കളെ. കേരള കയറിന് ഇപ്പോൾ മൊത്തത്തിൽ മാർക്കറ്റ് കുറവാണ്. നമ്മൾ പണ്ടെന്ന് പറയുന്നത് ഇവിടെ സംഘങ്ങൾ തന്നെ ഇഷ്ടംപോലെ കയർ പിരിക്കുമായിരുന്നു. അത് കണക്ക് പ്രൈവറ്റ് മേഖലയിൽ ഇഷ്ടംപോലെ കയർ പിരിക്കുമായിരുന്നു. പക്ഷേ അതെല്ലാം നല്ല മൂവ്മെൻ്റായിട്ട് ഇത്രയും കൊല്ലം പോയി. പക്ഷേ ഇത്രയും ഇപ്പോൾ കുറഞ്ഞിട്ട് ഈ വ്യവസായത്തിൻ്റെ സ്ഥിതി കുറഞ്ഞിട്ട് പോലും ഈ ഉള്ള കയർ നല്ല മൂവ്മെൻ്റ് ഇല്ല. അപ്പോൾ ആ മാർക്കറ്റ് കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ട് ഈ കയറിന് വില വർദ്ധിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ വീണ്ടും ഈ വർധനവ് ശമ്പളം വന്നു കഴിഞ്ഞാൽ സർക്കാർ തന്നെ നൽകേണ്ടി വരും. അപ്പോൾ സർക്കാരിന് ബാധ്യത കൂടും. അപ്പോൾ അത് തൊഴിലാളിയെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ ഏറ്റെടുക്കും. പക്ഷേ അതിൻ്റെ മറ്റ് വശങ്ങളെല്ലാം ആലോചിക്കുന്നുണ്ട്. അതെന്തായാലും അനുകൂലമായിട്ട് തൊഴിലാളിയെ സംരക്ഷിക്കും എന്നൊരു വിശ്വാസം നമ്മുടെ സർക്കാരിന് ചെയ്യും എന്നൊരു പ്രതീക്ഷയുണ്ട്. തൊഴിൽ പ്രശ്നം എന്നതിലുപരി ഇതൊരു സാമൂഹ്യ പ്രശ്നമായി തന്നെ പരിഗണിക്കേണ്ടതുണ്ട്. കേരളത്തിലെ അടിസ്ഥാന വർഗം ഇന്നും നടത്തുന്ന ജീവിക്കാനുള്ള പോരാട്ടമായി ഇതിനെ കാണണം. 350 എന്ന കൂലി അത്ര തന്നെ മനുഷ്യത്വ വിരുദ്ധമാണ്. തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ പിൻബലത്തിൽ അധികാരത്തിലേറിയ ഇടത് സർക്കാർ ഇല്ലായ്മയിലേക്ക് ആണ്ടുപോകുന്ന ഈ വ്യവസായത്തെ ചോര നീരാക്കി പണിയെടുക്കുന്ന തൊഴിലാളി വർഗത്തെ കാണാതെ പോകുന്നത്, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കാതെ പോകുന്നത് നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കലാണ്.